താങ്കൾ പണ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയൊരു വിവാദമായിരുന്നു. അത് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ താങ്കളെ അറ്റാക്ക് ചെയ്തിട്ടില്ലേ, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. അപ്പം പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, പുള്ളി കടക്ക് പുറത്തെന്ന് പറയത്തില്ലല്ലോ അല്ലേ എന്നൊക്കെ. അങ്ങനെ പലരും രസകരമായിട്ടും ഈ പറഞ്ഞ പോലെ കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ സന്ദർഭമാണല്ലോ പ്രധാനം. അതെ, സന്ദർഭം ക്ഷണിക്കാത്തൊരിടത്ത് ഒരു കൂട്ടർ എത്തിപ്പെടുകയാണ്. അവരെ ക്ഷണിച്ച കാര്യമല്ല, അവർ വരേണ്ട കാര്യമില്ല. കാരണം ഒരു സംഭാഷണം നടക്കുന്നതാണ്. ആ സംഭാഷണത്തിന് മീഡിയയുടെ പ്രസൻസേ ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ഞാനെത്തുമ്പോൾ ഇവരെല്ലാവരും ആ മുറിയിൽ ക്യാമ്പടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ദയവായി ഒന്ന് പുറത്തേക്ക് വരുമോ എന്നല്ല ചോദിച്ചത്. സാധാരണഗതിയിൽ കടക്ക് പുറത്ത് എന്ന് പറയും. അതൊരു കണ്ണൂർ ഭാഷയാണോ? അത് സാധാരണ പറയുന്നൊരു കാര്യമല്ലേ. പുറത്ത് കിടക്കുന്നു പറയും, കടക്ക് പുറത്ത് എന്ന് പറയും. അങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ലേ. ഓക്കെ, ശരി. ആ സംഭവം നടന്നതിന് ശേഷമായിരുന്നു കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഞാൻ യാത്രകളൊക്കെ ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉദ്ഘാടന ദിവസം ഞാനും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞുള്ള ആദ്യത്തെ വിമാനം എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനമായിരുന്നു, ഇൻഡിഗോ ആയിരുന്നു എന്ന് ഓർമ്മയില്ല, തിരുവനന്തപുരത്തേക്ക് പോവാണ്. അതിൽ താങ്കളും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഫ്രണ്ട് റോയിലെ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ താങ്കളും കൂടെ അതിൽ യാത്ര ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും ആ ഫ്രണ്ട് റോയിൽ സീറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുടെ സീറ്റൊക്കെ എയർലൈൻ മാറ്റി വേറെ സീറ്റിലേക്ക് മാറ്റി അത് നിങ്ങൾക്ക് അലോട്ട് ചെയ്തു. അപ്പോൾ ഈ വിമാനത്തിൽ വെച്ച് എനിക്ക് താങ്കളോട് വന്നൊരു ഹലോ പറയണമെന്നും ഒരു വീഡിയോ എടുക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കടക്ക് പുറത്ത് വിവാദമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ആ സമയത്ത് വന്ന് താങ്കളുടെ ഒരു ഹലോ പറയാൻ പോലും പേടിയായിപ്പോയി. കാരണം താങ്കൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു അറിവില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം പല ആളുകളിലേക്കും അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ആ ഒരു കാര്യത്തിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് മീഡിയയുടെ രീതി. അതെ, അതൊക്കെ മീഡിയ സൃഷ്ടിക്കുന്നതാണ്. ഓക്കെ, മീഡിയയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരുപാട് ചാർത്തിത്തരലുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണിത്. അത്രയേ കാണുള്ളൂ. അതാണ് നേരത്തെ ചോദിച്ചത്. മീഡിയ എന്ന് പറയുന്നത് ഇപ്പം പണ്ട് പോലെ മീഡിയയുടെ ഒരു ചേഞ്ചസ് നമ്മൾ കണ്ടുവരുന്നതല്ലേ. പണ്ട് പത്രങ്ങൾ, അതിനുശേഷം ദൃശ്യമാധ്യമങ്ങൾ വന്നു. ആ ദൃശ്യമാധ്യമങ്ങൾ തന്നെ പല രീതിയിലേക്ക് മാറി വന്നു. ചില സമയത്തൊക്കെ ചില സംഭവങ്ങളൊക്കെ അതിര് കടന്ന് പല രീതിയിൽ തെറ്റായ വാർത്തകളും കൊടുത്ത് വ്യാഖ്യാനിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു മീഡിയയുടെ മാറ്റത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, മീഡിയയുടെ പ്രസക്തി നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. അതെ, പക്ഷേ മീഡിയ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് മീഡിയയുടെ പ്രധാനികൾ കൂടി ചേർന്നുകൊണ്ട് എങ്ങനെ നീങ്ങണമെന്ന് അവർ തീരുമാനിക്കേണ്ടതാണ്. അത് മുൻപും പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്ന് മീഡിയയെ നിയന്ത്രിക്കാൻ പുറപ്പെടുന്നത് ഭംഗിയാവില്ല. ഇപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ മീഡിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടത്തിലും മീഡിയക്കെതിരെയുള്ളൊരു നീക്കം എൻ്റെ ഭാഗത്തുനിന്നോ ഞങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഓക്കെ, മീഡിയൻ്റെ പ്രവർത്തനം നടത്തട്ടെ. പക്ഷേ അതേസമയം മീഡിയയുടെ എല്ലാ മീഡിയകളെയും പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പ്രധാനികൾ കൂടിയൊരു സംവിധാനം വേണം. ഈ പ്രവർത്തനങ്ങളൊന്ന് റിവ്യൂ ചെയ്യണം. അതിര് വിട്ടു പോകുന്നുണ്ടോ, ശരിയായ രീതിയിലല്ലേ പോകുന്നത്, ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് അവർ തന്നെ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആ നിലപാടാണ് എനിക്കതിലുള്ളത്.